ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ ബ്രെഡ് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഒരു വെജിറ്റബിൾ പാറ്റീസൊക്കെ ഉണ്ടാക്കി അത് നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബർഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കടായി വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെരുംജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഫ്ലേവർ തരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഒരു മിനിറ്റോളം ഇതിലൊന്നിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ കറക്റ്റായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. അപ്പോൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാളയാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വലിയ പീസസായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാത്തതായിരിക്കും നല്ലത്. അതാവുമ്പോൾ കുറച്ചും കൂടെ കുക്കാവാൻ സമയമെടുക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതാണ് നമ്മളിത്ര ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവനുസരിച്ച് ചതച്ച മുളക് അല്ലെങ്കിൽ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം എല്ലാത്തിനും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ മസാലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചതാണ്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ വെന്ത ഉരുളക്കിഴങ്ങ് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അതായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അതായത് ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളത്തിൻ്റെ അംശം നോക്കിയിട്ട് വേണം നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ അംശം നമുക്ക് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് ഈ ബ്രെഡ് പൊടിച്ചത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ വറുത്തെടുക്കുന്ന ടൈമിൽ തീരെ പൊട്ടിപ്പോവാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല പോലെ വേണം നമ്മൾ ഇതും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തപ്പോൾ അതിൻ്റെ ഇങ്ങനെ തരി ആയിട്ടുള്ള പീസസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കണം. അതായത് മാക്സിമം ഉരുളക്കിഴങ്ങിൻ്റെ ആ പീസസ് ഒന്നും അറിയാൻ പാടില്ല. അതേപോലെ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പം നമ്മൾ എല്ലാം നന്നായിട്ട് കുഴച്ച് കണ്ടോ, ഇതേപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 കൈയിലും എണ്ണ, വെളിച്ചെണ്ണ ആയാലും മതി, വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം 2 കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതേപോലെ വേണം നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ തരികളൊന്നുമില്ലെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതേപോലെ നമ്മൾ 5 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറവ് വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും എണ്ണ മതി. അപ്പോൾ വളരെ കുറവ് എണ്ണ മാത്രം മതി. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിത് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു സൈഡ് ആയി വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് ബട്ടറിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ഉരുക്കി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ബ്രെഡ് വെച്ച് കൊടുക്കും. എന്നിട്ട് നല്ല പോലെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടറിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ആദ്യം വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് അതനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ വളരെ കുറവ് മാത്രമാണ് തേച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്യാബേജിൻ്റെ ലീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെറ്റ്യൂസൊക്കെ കിട്ടുകയാണെങ്കിൽ ലെറ്റ്യൂസ് ലീഫ് അതാണ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. പക്ഷെ നമ്മളിവിടെ ലെറ്റ്യൂസ് കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ ക്യാബേജിൻ്റെ ലീഫ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ സവോള ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള തക്കാളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി സവാളയൊക്കെ അരിയുമ്പോൾ നല്ല കനം കുറച്ചിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട് കേട്ടോ. കട്ടിയിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് അത്ര നന്നാവില്ല. അപ്പോൾ വളരെ കട്ടി കുറച്ചിട്ട് വേണം നമ്മളിതേപോലെ ഒന്ന് അരിഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ പാറ്റിയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ വെജിറ്റബിൾ പാറ്റി. അപ്പോൾ അതും കൂടെ നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒരു ചീസിൻ്റെ ഷീറ്റും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേറൊരു ബ്രെഡ് ബട്ടറിലിട്ട് മൊരിച്ചെടുത്ത വേറൊരു ബ്രെഡ് പീസ് എടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടെ നമ്മുടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. കാരണം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെജിറ്റബിൾ പാറ്റിയാണ്. അത് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. താങ്ക് യു.